അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. മാർച്ച് 18 നമ്മൾ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യുക. എപ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും എക്സാമിനേഷൻ ഡേറ്റ് വരിക അല്ലെ. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷന്റെ കോച്ചിങ് നടക്കുകയാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. സോ നാം ഇവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയുടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കാണുന്ന പോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിളിച്ചിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. സോ അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് നോക്കിയേ, മെയ് മാസം 9 സാറ്റർഡേ ആണ് എക്സാമിനേഷൻ വരിക. സോ അതിന്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആകുക ഏപ്രിൽ മാസം 24 മുതലാണ്. പക്ഷേ ഇതിന് നമുക്ക് എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യണം അല്ലേ. സോ എക്സാമിനേഷന്റെ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം 18 കേട്ടോ. മാർച്ച് 18 നമ്മൾ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വരെ ആകാൻ നിൽക്കാണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ദയവായി എത്രയും പെട്ടെന്ന് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്താലും മാത്രം പോരെ അല്ലേ. എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കൃത്യതയോടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ഏകദേശം 2 മാസമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഉള്ള ഓരോ ദിവസവും ഓരോ മിനിറ്റും നമ്മൾ എന്ത് ചെയ്യുക, കളയാതെ അല്ലെങ്കിൽ അത് പാഴാക്കാതെ നന്നായിട്ട് പഠിക്കുക. പലരും ഒക്കെ വിചാരിക്കുന്നുണ്ടാവും വളരെ പെട്ടെന്ന് എക്സാം ഡേറ്റ് വന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. സോ അവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, എപ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും എക്സാമിനേഷൻ ഡേറ്റ് വരിക അല്ലെ. 2 മാസത്തിന് മുന്നെയാണ് സാധാരണ എക്സാമിനേഷന്റെ ഡേറ്റ് വരിക. സോ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. എന്ന് വെച്ച് ഇനി പഠിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ നമ്മൾ വെറുതെ ഒഴിപ്പിക്കളയാണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് കൃത്യതയോടെ ഈ 2 മാസം നന്നായിട്ട് കഷ്ടപ്പെട്ട്, എന്താണ് നമുക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മെയ് 9 വരെ കഷ്ടപ്പെട്ടാൽ മതി അല്ലേ. സോ അത്രയും ദിവസം നന്നായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ വിജയം നിങ്ങളോടൊപ്പം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ എജ്യൂസ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷന്റെ കോച്ചിങ് നടക്കുകയാണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളൊരു പുതിയ ബാച്ച് വരുന്ന 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.